ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹിയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഇൻഫർമേഷൻ ഡു വി റിസീവ് ഫ്രം ദ ഇൻസ്ക്രിപ്ഷൻ അറ്റ് ബൃഹദീശ്വര ടെമ്പിൾ? ബൃഹദീശ്വര ടെമ്പിളിനകത്തുള്ള ഇൻസ്ക്രിപ്ഷനിൽ നിന്നും നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ലഭിക്കുന്നത്? ഇപ്പൊ ബൃഹദീശ്വര ടെമ്പിളിനകത്തുള്ള ഇൻസ്ക്രിപ്ഷനിൽ നിന്നും ചോള കിങ്ഡത്തിന്റെ എക്കണോമിയും അതുപോലെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ റവന്യൂ വന്നിട്ട് ഗോൾഡ്, ക്യാഷ്, പാഡി ഫോമിലൊക്കെയാണ് അവർ കളക്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ലാൻഡ് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് മെഷർ ചെയ്തിട്ട് ഈ മെഷർമെന്റിന്റെ ബേസിസിലാണ് അവർ ടാക്സസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് കുറെ മെഷർമെന്റ്സിന്റെ യൂണിറ്റ്സ് ഇത് ഈ ഒരു ഇൻസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ് ചോള കിങ്ഡത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The inscription from the Brihadishvara temple gives us important information about the Chola kingdom's economy and administration. It tells us that revenue was collected in the form of paddy, gold or cash. It also shows that the land was carefully measured and taxes were fixed based on these measurements. The inscription mentioned specific units of measurement, showing a well-organized system. Question: identify from the map the river that helped in the prosperity of the Chola kingdom. How could a river contribute to the progress of a country? ചോള കിങ്ഡത്തിന്റെ പ്രോസ്പെറിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത റിവർ ഏതാണെന്ന് താഴെ തന്നിരിക്കുന്ന മാപ്പിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം ഒരു റിവർ എങ്ങനെയാണ് ഒരു കൺട്രിയുടെ പ്രോഗ്രസിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ ചോള കിങ്ഡത്തിന്റെ പ്രോസ്പെറിറ്റിക്ക് ഹെൽപ്പ് ചെയ്ത റിവർ വന്നിട്ട് നമുക്ക് ഈ മാപ്പിൽ കാണുന്ന പോലെ കാവേരി റിവർ ആണ്. അപ്പൊ ഈ ഒരു റിവർ വന്നിട്ട് പല രീതിയിലും കൺട്രിയുടെ പ്രോഗ്രസിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റിവർ വന്നിട്ട് അതിന്റെ ചുറ്റുപാടുള്ള ലാൻഡിനെ ഫെർട്ടൈൽ ആക്കുന്നു. ഇതുമൂലം അഗ്രികൾച്ചറും അതുപോലെ ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്യാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല ഡ്രിങ്കിങ് വാട്ടറിനും അതുപോലെ തന്നെ ഇറിഗേഷനുള്ള വാട്ടറൊക്കെ റിവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് വന്നിട്ട് ഫാമേഴ്സിന് കൂടുതൽ ക്രോപ്സ് ഗ്രോ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ റിവേഴ്സിലൂടെ നമുക്ക് ഗുഡ്സ് മൂവ് ചെയ്യാനും അതുപോലെ ജനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി വിശദീകരിച്ച് എങ്ങനെ എഴുതാൻ നോക്കാം. The river that helped the Chola kingdom become prosperous was the Kaveri river. A river can help a country progress in many ways. It makes the land fertile, which is very good for agriculture and growing crops. It also provides water for drinking and for irrigation, helping farmers grow more food. Rivers can also be used for transportation to move goods and people. Question: analyze the role played by the agriculture sector in the economy of the Chola kingdom. ചോള കിങ്ഡത്തിന്റെ എക്കോണമിയിൽ അഗ്രികൾച്ചർ സെക്ടർ പ്ലേ ചെയ്ത റോളിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യുക. ഇപ്പൊ ചോള കിങ്ഡത്തിന്റെ എക്കോണമിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. അവിടെയുള്ള കൂടുതൽ ജനങ്ങളും ഫാമേഴ്സ് ആയിരുന്നു. അവർ വന്നിട്ട് വില്ലേജസിലൊക്കെ താമസിച്ചിട്ട് ഷുഗർ കെയിൻ, ഫ്രൂട്ട്സ്, സീരിയൽസ് പോലെയുള്ള വേരിയസ് ക്രോപ്സ് ഫെർട്ടൈൽ ആയിട്ടുള്ള കാവേരി വാലിയിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചോള റൂളേഴ്സ് വന്നിട്ട് കനാൽസ്, പോൺസ് പോലെയുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആ സമയത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ നമ്മൾ എരിപ്പെട്ടി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു അഗ്രികൾച്ചർ സർപ്ലസ് വന്നിട്ട് ട്രേഡിന്റെ ഡെവലപ്മെന്റ് ലീഡ് ചെയ്യുകയും അതുപോലെ തന്നെ ചോള കിങ്ഡത്തിനെ വളരെയധികം വെൽത്തിയും സ്റ്റേബിൾ ആക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Agriculture was the foundation of the Chola kingdom's economy. Most people were farmers living in villages and cultivating various crops like cereals, fruits, and sugarcane in the fertile Kaveri Valley. The Chola rulers understood its importance and built excellent irrigation facilities like canals and ports, which they called Eripatti. This agricultural surplus led to the development of trade and made the kingdom wealthy and stable. Question: assess the role played by temples in the socio-economic life of the Chola kingdom. ചോള കിങ്ഡത്തിന്റെ സോഷ്യോ എക്കണോമിക് ലൈഫിൽ ടെമ്പിൾസ് പ്ലേ ചെയ്ത റോളിനെ കുറിച്ചിട്ട് അസസ് ചെയ്യാം. ഇപ്പൊ ചോള പീരീഡിൽ ടെമ്പിൾസ് വന്നിട്ട് സോഷ്യോ എക്കണോമിക് ലൈഫിന്റെ ഒരു സെൻട്രൽ തന്നെയായിരുന്നു. അപ്പൊ ഇത് ജസ്റ്റ് ഒരു വർഷിപ്പിനുള്ള പ്ലേസ് മാത്രമായിരുന്നില്ല, മറിച്ച് ഇതൊരു മേജർ ആയിട്ടുള്ള എക്കണോമിക് ഹബും കൂടിയായിരുന്നു. അപ്പൊ ഇവിടെ ആർട്ടിസൻസ്, ക്രാഫ്റ്റ്മാൻ പോലെയുള്ള കുറെ എംപ്ലോയീസ് ഉണ്ടായിരുന്നു.
പിന്നെ ടെമ്പിൾസിന് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടും അതുപോലെ ഹോസ്പിറ്റൽസ് ആയിട്ടൊക്കെ അവർ ഫംഗ്ഷൻ ചെയ്യിപ്പിച്ചിരുന്നു. ഇത് കമ്മ്യൂണിറ്റീൻ്റെ നീഡ്സ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഇൻകം വന്നിട്ട് ലാൻഡ് ഗ്രാൻസിൽ നിന്നുള്ള ഇൻകവും അതുപോലെ തന്നെ ടാക്സസ് ഡൊണേഷൻസ് ഒക്കെ ആയിരുന്നു. ഇത് വന്നിട്ട് ടെമ്പിൾസിനെ വെൽത്തിയും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Temples were central to the socio-economic life during the Chola period. They were not just places of worship but also major economic hubs that owned land and employed many people, including artisans and craftsmen. Temples also functioned as educational institutions and hospitals, serving the community's need. Their income came from land grants, taxes, and donations, making them very wealthy and powerful institutions. Question. Discuss the role played by the Cholas in spreading the Tamil language and the culture of South India to Southeast Asia and their impact on the life of the people of the Southeast Asia. സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ് ലാംഗ്വേജും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ കൾച്ചറും വന്നിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ ചോളാസ് പ്ലേ ചെയ്ത റോൾ ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ജനങ്ങളുടെ ലൈഫിൽ ഇത് എങ്ങനെ ഇമ്പാക്ട് ചെയ്തു എന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചോളാസിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ട്രേഡ് നെറ്റ്വർക്ക്സും അതുപോലെ തന്നെ നേവൽ പവറിലൂടെയാണ് സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ് ലാംഗ്വേജും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ കൾച്ചറും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് സ്പ്രെഡ് ചെയ്യിപ്പിച്ചത്. ട്രേഡേഴ്സും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ഹിന്ദു സ്കോളേഴ്സൊക്കെ ചോള കിങ്ഡത്തിൽ നിന്നും സുമത്ര, ജാവ, മലേഷ്യ പോലെയുള്ള മറ്റു സ്ഥലങ്ങളിലോട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്തിരുന്നു. ഈ ഒരു ഇൻട്രാക്ഷൻ വന്നിട്ട് ആ ഒരു റീജിയനിലുള്ള തമിഴ് ലാംഗ്വേജും റിലീജിയനും ഐഡിയാസും അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഈ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ലോക്കൽ സൊസൈറ്റീസിനെ വളരെയധികം ഫേമസ് ആക്കി അല്ലെങ്കിൽ എൻറിച്ച് ചെയ്തത്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Cholas played a significant role in spreading Tamil culture to Southeast Asia through their strong trade networks and naval power. Traders as well as Buddhist and Hindu scholars frequently traveled from the Chola kingdom to places like Sumatra, Java, and Malaysia. This interaction led to the spread of the Tamil language, religion, ideas, and architectural styles in those regions. This cultural exchange enriched the local societies of Southeast Asia. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Evaluate the efficiency of the Chola rule in comparison with the modern systems of governance. മോഡേൺ സിസ്റ്റംസ് ഓഫ് ഗവേണൻസുമായി കമ്പയർ ചെയ്തിട്ട് ചോള റൂളിന്റെ എഫിഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യാം. ഇപ്പൊ ചോള റൂൾ പറയുന്നത് വളരെയധികം എഫിഷ്യൻ്റ് ആയിരുന്നു. ഇതിന് മോഡേൺ ഗവേണൻസ് ആയിട്ട് കുറച്ച് സിമിലാരിറ്റീസും കൂടി ഉണ്ട്. അതായത് കിങ്ങിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ചോള റൂളിൽ ഉണ്ടായിരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ മോഡേൺ ക്യാബിനറ്റുമായിട്ട് സിമിലർ ആണ്. പിന്നെ ചോള കിങ്ഡം വന്നിട്ട് പ്രോവിൻസസ് ആയിട്ടും അതുപോലെ ഡിസ്ട്രിക്ട്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈസിയർ അഡ്മിനിസ്ട്രേഷൻ വേണ്ടിയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഇപ്പോഴുള്ള സ്റ്റേറ്റ്സ് ഡിസ്ട്രിക്ട്സ് പോലെയായിരുന്നു. പിന്നെ അവിടെ ലോക്കൽ സെൽഫ് ഗവർണൻസ് സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കൺസെപ്റ്റ് ആയിട്ടുള്ള ലോക്കൽ പഞ്ചായത്സിന് സിമിലർ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Chola rule was very efficient for its time and has some similarities to modern governance. They had a central administration with a council of ministers to assist the king, similar to a modern cabinet. Their kingdom was divided into provinces, that is mandalams, and districts for easier administration, much like states and districts today. Most importantly, they had a system of local self-governance through councils like Ur and Sabha, which is similar to the modern concept of local panchayats. Question. Compare the Chola and Chalukya's reigns. ചോളയും ചാലുക്യ റീൻസും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇപ്പൊ ചോളയും ചാലുക്യ റീൻസും തമ്മിൽ കുറച്ച് കീ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. അതായത് ചോളാസ് വന്നിട്ട് ഹൈലി സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അതായത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള കിങ് ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡിങ് ആർമിയും നേവിയൊക്കെ ചോളാസിന് ഉണ്ടായിരുന്നു. അതേസമയം ചാലുക്യാൻ റൂൾ പറയുന്നത് ലെസ് സെൻട്രലൈസ്ഡ് ആയിരുന്നു. അവർ കൺട്രോൾ ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ലോർഡ്സ് അല്ലെങ്കിൽ സമാൻദാസും ടെമ്പിൾസ് ഒക്കെ ആയിരുന്നു. ഇവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നില്ല. പിന്നെ ചോളാസിന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ചാലുക്യസിനെക്കാളും കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Chola and the Chalukya reigns had some key differences.
The Cholas had a highly centralized administration with a strong king, a council of ministers, and a powerful standing army and navy. In contrast, the Chalukya rule was less centralized and was controlled by military lords or samandas and temples with no permanent standing army. The Cholas also had a more developed system of local self-government compared to the Chalukyas. Question: who were the main dynasties involved in the tri-party struggle? Tri-party struggle ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്ന മെയിൻ ഡൈനാസ്റ്റീസ് ആരൊക്കെയായിരുന്നു? ഇപ്പൊ tri-party struggle എന്ന് പറയുന്നത് 3 മേജർ ഡൈനാസ്റ്റീസ് തമ്മിലുള്ള ലോങ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പൊ ഈ ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത് ഒന്ന് പാലാസ് ആണ്, ഇവർ ഈസ്റ്റേൺ ഇന്ത്യയായിരുന്നു റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രതിഹാരാസ്, ഇവർ വെസ്റ്റ് ഇന്ത്യയിലാണ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്ന രാഷ്ട്രകൂടാസ് ആണ്, ഇവർ ഡെക്കാൻ റീജിയൻ ആയിരുന്നു കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവരെല്ലാവരും കനൗജ് പറയുന്ന പ്രോസ്പറസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The tri-party struggle was a long conflict between 3 major dynasties in India. These dynasties were the Palas, who ruled from eastern India, that is Bengal, the Prathiharas, who controlled western India, and the Rashtrakutas, who were dominant in the Deccan region. They all fought for control over the important and prosperous city of Kannauj. Question: how did the Palas contribute to the spread of Buddhism? എങ്ങനെയാണ് പാലാസ് ബുദ്ധിസം സ്പ്രെഡ് ചെയ്യുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഇപ്പൊ പാല കിങ്സ് എന്ന് പറയുന്നത് ബുദ്ധിസത്തിൽ വളരെയധികം വിശ്വസിച്ചവരായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു റിലീജിയന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ നൽകിയിരുന്നു. ഇപ്പൊ വിഹാരാസ് പോലെയുള്ള ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് പാല കിങ്സ് ബിൽഡ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നളന്ദ യൂണിവേഴ്സിറ്റി അവർ റിവൈവ് ചെയ്തു. പിന്നെ ടിബറ്റിലുള്ള അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള സ്കോളേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്രമശീല പറഞ്ഞ യൂണിവേഴ്സിറ്റി അവർ ഫൗണ്ട് ചെയ്തു. അപ്പൊ ഈ ഒരു സപ്പോർട്ട് വന്നിട്ട് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് സ്പ്രെഡ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കൾച്ചർ വന്നിട്ട് ഏഷ്യയിലുള്ള മറ്റു പാർട്സിലോട്ട് സ്പ്രെഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Pala kings were devout Buddhists and great patrons of the religion. They built many Buddhist monasteries known as viharas. They revived the famous Nalanda University and founded Vikramashila University, attracting scholars from Tibet and Southeast Asia. This support helped in the spread of Buddhist teachings and Indian culture to other parts of Asia. Question: what was the contribution of the Prathiharas to art and literature? Art and literature Prathiharasinte contribution എന്തൊക്കെയായിരുന്നു? ഇപ്പൊ പ്രതിഹാര റൂളേഴ്സ് വന്നിട്ട് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിന്റെ ഗ്രേറ്റ് പ്രൊമോട്ടേഴ്സ് ആയിരുന്നു. അവരുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള കനൗജിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സും ഗ്രാൻഡ് ബിൽഡിങ്സ് ഒക്കെ ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കോർട്ട് എന്ന് പറയുന്നത് ഫേമസ് സ്കോളേഴ്സിന്റെ ഹോം ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതായത് അവിടെ സാൻസ്ക്രിറ്റ് പോയറ്റും അതുപോലെ പ്ലേ റൈറ്റ് ആയിട്ടുള്ള രാജശേഖരനൊക്കെ കൂടുതലും വന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ രാജശേഖരൻ പറഞ്ഞ ആള് എഴുതിയ മറ്റു വർക്ക്സ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് കാവ്യമീമാംസയും അതുപോലെ കർപ്പൂരമഞ്ജരിയും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Pratihara rulers were great promoters of art and literature. They built many beautiful temples and grand buildings, especially in their capital city of Kannauj. Their court was home to famous scholars like the Sanskrit poet and playwright Rajashekaran. He wrote important works like Kavya Mimamsa and Karpura Manjari. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: who was Rajaraja Chola? Rajaraja Chola ആരായിരുന്നു? രാജരാജ ചോള എന്ന് പറയുന്നത് ചോള ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എംപറർ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം 985 മുതൽ 1014 CE വരെയായിരുന്നു ചോള ഡൈനാസ്റ്റിയിൽ ഭരിച്ചിരുന്നത്. ഇദ്ദേഹം ബ്രില്യൻ്റ് ആയിട്ടുള്ള മിലിറ്ററി ലീഡറും കൂടിയാണ്. ഇദ്ദേഹം കാരണമാണ് ചോള എംപയർ വന്നിട്ട് സൗത്ത് ഇന്ത്യയിലോട്ടും ഒരു ശ്രീലങ്കയിലോട്ടും ഒക്കെ സ്പ്രെഡ് ആയത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ആയത്. ഇദ്ദേഹമാണ് തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ടെമ്പിള് ബിൽഡ് ചെയ്തത്. അപ്പൊ ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡ്രാവിഡിയൻ ആർക്കിടെക്ചറിൽ വരുന്ന മാസ്റ്റർ പീസായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Rajaraja Chola was one of the greatest emperors of the Chola dynasty, ruling from 985 to 1014 CE. He was a brilliant military leader who expanded the Chola Empire across South India and Sri Lanka.
He is most famous for building the magnificent Brihadiswara temple in Tanjavur, which is a masterpiece of Dravidian architecture and a UNESCO World Heritage Site. Question: What were Ur and Sabha in the Chola administration? Chola administration Urum Sabha പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ Ur അല്ലെങ്കിൽ സഭ പറയുന്നത് ചോള റൂൾ സമയത്ത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൗൺസിൽസ് ആണ്. ഇപ്പൊ എർ എന്ന് പറയുന്നത് വില്ലേജിലുള്ള കോമൺ പീപ്പിളിന്റെ അസംബ്ലിയാണ്. സഭ എന്ന് പറയുന്നത് ബ്രാഹ്മൺ വില്ലേജസിലുള്ള എൽഡർ ബ്രാഹ്മിൻസിന്റെ അസംബ്ലിയാണ്. അപ്പൊ ഈ രണ്ട് കൗൺസിൽസും വന്നിട്ട് ലോക്കൽ അഡ്മിനിസ്ട്രേഷന് റെസ്പോൺസിബിൾ ആയിരുന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാൽ പോണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ റോഡ്സ്, കളക്ടിങ് ടാക്സസ്, ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Ur and Sabha were two types of local self-government councils that existed during the Chola rule. The Ur was an assembly of the common people of a village. The Sabha was an assembly of the elder Brahmins in Brahmin villages. These councils had autonomous power and were responsible for local administration like maintaining ports, roads and collecting taxes. Question: Who was Dharmapala? Dharmapala ആരായിരുന്നു? അപ്പോൾ ധർമ്മപാല എന്ന് പറയുന്നത് പാല ഡൈനാസ്റ്റിയിലുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ കിങ് ആയിരുന്നു. ഇദ്ദേഹം 8th സെഞ്ച്വറി CE ബംഗാൾ റീജിയൻ ആയിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹവും ബുദ്ധിസത്തിൽ വളരെയധികം വിശ്വസിച്ചിരുന്നു. ഇദ്ദേഹമാണ് നളന്ദ യൂണിവേഴ്സിറ്റി റീബിൽഡ് ചെയ്തത്, അതോടൊപ്പം തന്നെ വിക്രമശീല യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തതും. അപ്പോൾ ഈ വിക്രമശീല യൂണിവേഴ്സിറ്റി ആണ് പിന്നീട് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സെന്റർ ആയിട്ട് മാറിയത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Dharmapala was an influential king of the Pala dynasty who ruled in the Bengal region during the 8th century CE. He was a great patron of Buddhism and learning. He is most famous for rebuilding the ancient Nalanda University and for founding the Vikramashila University, which became another important center for Buddhist studies. Question: What was the market control policy of Alauddin Khilji? Alauddin Khiljiയുടെ മാർക്കറ്റ് കൺട്രോൾ പോളിസി എന്തായിരുന്നു? ഇപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയാണ് എക്കണോമിക് റീഫോം ആയിട്ടുള്ള മാർക്കറ്റ് കൺട്രോൾ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ എസെൻഷ്യൽ ഗുഡ്സ്, അതായത് ഫുഡ് പോലെയുള്ള എസെൻഷ്യൽ ഗുഡ്സിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യുക എന്നാണ്. ഇതെന്തിനാ അദ്ദേഹം ചെയ്തു വെച്ചാൽ ലോ സാലറി ബില്ലിൽ ഒരു ലാർജ് ആർമി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനാണ്. പിന്നെ അദ്ദേഹം ഒരു ഗവൺമെന്റ് വെയർ ഹൗസ് സെറ്റപ്പ് ചെയ്തു. ഇതിനകത്ത് എല്ലാ ഗുഡ്സിനും ഫിക്സഡ് പ്രൈസും അദ്ദേഹം സെറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു ഫിക്സഡ് പ്രൈസിന്റെ മേലെ ചാർജ് ചെയ്യുന്ന മെർച്ചൻസിനെയും അതുപോലെ തന്നെ ഈ ഒരു രാജാവിനെ ചീറ്റ് ചെയ്യുന്ന മെർച്ചൻസിനെയും ഇദ്ദേഹം സിവിയർ ആയിട്ട് പണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The market control policy was an economic reform introduced by Sultan Alauddin Khilji. His goal was to control the prices of all essential goods, especially food, to keep them low. He did this so he could maintain a large army with a low salary bill. He set up government warehouses, fixed prices for goods, and severely punished merchants who cheated or charged higher prices. Question: Name the 5 dynasties of the Delhi Sultanate. ഡൽഹി സുൽത്താനേറ്റിൽ വരുന്ന 5 ഡൈനാസ്റ്റീസിന്റെ പേര് പറയാം. ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് വന്നിട്ട് 5 സക്സസീവ് ഡൈനാസ്റ്റീസ് ആണ് റൂൾ ചെയ്തിരുന്നത്. അതിൽ ആദ്യത്തെ ഡൈനാസ്റ്റി പറയുന്നത് മാമുൽ ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി ആണ്. രണ്ടാമത്തെ ഡൈനാസ്റ്റി ഖൽജി ഡൈനാസ്റ്റി ആയിരുന്നു. പിന്നെ വന്നത് തുഗ്ലക് ഡൈനാസ്റ്റി ആണ്. അതിനുശേഷം വന്ന ഡൈനാസ്റ്റിയാണ് സയ്യിദ് ഡൈനാസ്റ്റി. പിന്നെ അവസാനത്തെ ഡൈനാസ്റ്റി പറയുന്നത് ലോധി ഡൈനാസ്റ്റി ആണ്. പിന്നെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The Delhi Sultanate was ruled by 5 successive dynasties over a period of about 320 years. The first was the Mamluk or slave dynasty. It was followed by the Ghilji dynasty, then the Tughlaq dynasty. After them came the Sayyid dynasty, and the final dynasty to rule was the Lodi dynasty. Subscribe to this channel for more videos like this. Question: What was the Rahat irrigation system? Rahat irrigation system പറഞ്ഞാൽ എന്താണ്? ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റം ആണ് രാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം അല്ലെങ്കിൽ പേർഷ്യൻ വീല്. അപ്പൊ ഇതിനകത്തൊരു ഇതൊരു മെക്കാനിക്കൽ വേ ആണ്. അതായത് വാട്ടർ സോഴ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ കിണറുകളിൽ നിന്നൊക്കെ വെള്ളം കോരാനുള്ള ഒരു മെക്കാനിക്കൽ വേ ആണിത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ വന്നിട്ട് ഒരു ലാർജ് വീൽ ഉണ്ടാവും. ഈ വീലിനകത്ത് ഒരു ചെയിൻ ഓഫ് ബക്കറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു വീല് കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്സനുകളെയാണ്, അതായത് കാളകളെയാണ്.
അപ്പോൾ ഈ കാളകൾ ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് ഈ വീല് കറങ്ങും. ഈ വീല് കറങ്ങുമ്പോൾ ആ വാട്ടർ സോഴ്സിൽ നിന്നും ഈ ബക്കറ്റിൽ വെള്ളം കോരിയെടുത്ത് വരികയാണ് ചെയ്യുന്നത്. ഈ കോരിക്കൊണ്ടുവരുന്ന വെള്ളം വന്നിട്ട് ഫീൽഡിലോട്ട് പിന്നീട് ചാനൽ വഴി ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ രാഹത്ത് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Rahat or Persian wheel was an irrigation system used during the Delhi Sultanate period. It was a mechanical way to draw water from a well or other water source. The system used a large wheel which was turned by cattle like oxen. This motion lifted water up in a chain of buckets and poured it into channels to irrigate the fields. Question: what were the main features of the Chalukyan temple architecture? ചാലൂക്യൻ ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ചാലൂക്യൻ ടെമ്പിൾ ആർക്കിടെക്ചർ ആദ്യം റോക്ക് കട്ട് ടെമ്പിൾസ് വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് സ്റ്റോൺ ബ്ലോക്സും കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ടെമ്പിൾസിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ചാലൂക്യൻ ടെമ്പിൾ ആർക്കിടെക്ചറിനകത്ത് നമുക്ക് നോർത്തേൺ ഗുപ്ത സ്റ്റൈലിന്റെയും അതുപോലെ തന്നെ സദേൺ ദ്രാവിഡിയൻ സ്റ്റൈലിന്റെയും ഒരു ബ്ലെൻഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ആ ടെമ്പിളിന്റെ റൂഫിന് സപ്പോർട്ട് ചെയ്യാൻ ബിൽഡ് ചെയ്തിട്ടുള്ള കാർവ്ഡ് പില്ലേഴ്സ് ആണ്. അപ്പോൾ ഈ ടെമ്പിൾസിന് ഒരു എക്സാമ്പിൾ പറയുന്നത് ഐഹോളും അതുപോലെ പട്ടാടക്കൽ ടെമ്പിൾസ് ഒക്കെയാണ്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Chalukyan temple architecture started with rock cut temples but later shifted to structural temples built with stone blocks. Their style was a blend of the northern Gupta style and the southern Dravidian style. A key feature was the use of beautifully carved pillars to support the temple roofs. Examples include the temples at Aihole and Pattadakal. Question: why were the Rashtrakutas known for religious tolerance? എന്തുകൊണ്ടാണ് രാഷ്ട്രകൂടാസിന് റിലീജിയസ് ടോളറൻസിൽ അറിയപ്പെടുന്നത്? ഇപ്പൊ രാഷ്ട്രകൂട റൂളേഴ്സ് വന്നിട്ട് റിലീജിയസ് ടോളറൻസിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇവര് ഹിന്ദുസ് ആണെങ്കിലും അവര് ശൈവിസവും വൈഷ്ണവിസവും മാത്രമല്ല ജൈനിസവും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല മുസ്ലിം ട്രേഡേഴ്സിന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഒരു മോസ്ക് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോളിസി വന്നിട്ട് ഫോറിൻ ട്രേഡ് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കിങ്ഡത്തിൽ പീസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Rashtrakuta rulers were known for their policy of religious tolerance. Although they were Hindus, they promoted not only Saivism and Vaishnavism but also Jainism. They also provided facilities for Muslim traders to settle, build mosques, and practice their faith freely. This policy helped them strengthen foreign trade and maintain peace in their kingdom. Question: how did the status of Sudras improve during the Rashtrakuta period? രാഷ്ട്രകൂട പീരീഡിൽ ശൂദ്രാസിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് ഇംപ്രൂവ് ആയത്? ഇപ്പൊ രാഷ്ട്രകൂട പീരീഡിൽ ശൂദ്രാസിന്റെ സ്റ്റാറ്റസിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് വന്നു. ഇതെങ്ങനെ സംഭവിച്ചു വെച്ചാൽ ഈ ശൂദ്രാസിൽ നിന്നും ആർമിയിലോട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവർ സോൾജേഴ്സ് ആയിട്ട് സെർവ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് സൊസൈറ്റിയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കിട്ടാൻ തുടങ്ങി. ഇങ്ങനെയാണ് അവരുടെ സോഷ്യൽ സ്റ്റാൻഡിങ് അവിടെ അപ്ലിഫ്റ്റ് ആയത്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. During the Rashtrakuta period, the status of Sudra saw some improvement. This was mainly because they were recruited into army in large numbers. Serving as soldiers gave them a more important role in society than they had before. This uplifted their social standing even though the caste system was still very rigid. Question: who was Ibn Battuta? Ibn Battuta ആരായിരുന്നു? Ibn Battuta വന്നിട്ട് 14th സെഞ്ച്വറിയിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഫേമസ് ആയിട്ടുള്ള മൊറോക്കൻ ട്രാവലറും സ്കോളറും ആയിരുന്നു. ഇദ്ദേഹം തുഗ്ലക് ഡൈനാസ്റ്റി ടൈമിലായിരുന്നു ഇവിടെ വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഡൽഹി സുൽത്താനേറ്റ് പീരീഡിലുള്ള ഇന്ത്യയെ കുറിച്ചിട്ടാണ് കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ത്യയുടെ ഫെർട്ടൈൽ സോയിൽ, അഗ്രികൾച്ചർ, സിറ്റീസ്, ട്രേഡിനെ കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിന്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പിക്ചർ നമുക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Ibn Battuta was a famous Moroccan traveler and scholar who visited India in the 14th century during the reign of the Tughlaq dynasty. His travel accounts provide valuable information about the socio-economic life during the Delhi Sultanate. He wrote about India's fertile soil, agriculture, cities, and trade, giving us a detailed picture of that time. Question: how did the status of women change during the Sultanate period?
സുൽത്താനേറ്റ് പീരീഡ് സമയത്ത് വിമൻസിന്റെ സ്റ്റാറ്റസിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പൊ സുൽത്താനേറ്റ് പീരീഡിൽ വന്നിട്ട് വിമണിനുള്ള സ്റ്റാറ്റസിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. എന്നാലും അവിടെ ആ ഒരു റിജിഡ് കാസ്റ്റ് സിസ്റ്റം തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ സുൽത്താനേറ്റ് പീരീഡിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത് വിമൻസിന് വന്നിട്ട് പ്രോപ്പർട്ടീന്റെ മേലെയുള്ള റൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് സുൽത്താന റസിയനെ ത്രോണിലോട്ട് നോമിനേഷൻ വരുത്തിയത്. അപ്പൊ ഇത് കുറച്ച് കാലഘട്ടത്തിന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പഴയ പോലെ തന്നെയാണ് വിമൻസിന്റെ സ്റ്റാറ്റസ് ഉണ്ടായത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരീഡ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൻ സോ സം മിക്സ്ഡ് ചേഞ്ചസ്. The rigid caste system continued and practices like the reclusion of women were common. However, there was a progressive change, which was that women gained rights over property. The nomination of Sultana Razia to the throne was also a significant, though short-lived, change. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ദ ചോള കിങ്ഡം വാസ് ലൊക്കേറ്റഡ് ഇൻ ദ ഫെർട്ടൈൽ വാലി ഓഫ് ദ റിവർ ഡാഷ്. ആൻസർ കാവേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ വേൾഡ് ഫേമസ് ബൃഹദ്വാസ്വാര ടെമ്പിൾ വാസ് ബിൽഡ് ബൈ ദ കിങ് ഡാഷ്. ആൻസർ രാജരാജ ചോള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ടർ റിസർവോയേഴ്സ് ബിൽഡ് ബൈ ദ ചോളാസ് ടു സ്റ്റോർ റെയിൻ വാട്ടർ വർ കോൾഡ് ഡാഷ്. ആൻസർ എരിപ്പട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: because of their naval supremacy, the Bay of Bengal was called the dash. Answer Chola Lake. Next question: the Chola kingdom was divided into provinces called dash. Answer Mandalams. Next question: the inscription that gives details about Chola village administration is the dash inscription. Answer Uttaramerur inscription. The most notable Chalukya ruler was dash. Answer Pulakeshi II. Next question: the tri-party struggle was fought for the control of the city of dash. Answer Kanauj. Next question: the Pala king who founded the Vikramashila University was dash. Answer Dharmapala. Next question: the Kailasa temple at Ellora was built by the dash dynasty. Answer Rashtrakuta dynasty. Question: the Rashtrakuta king Amogavarshan wrote the Kannada work dash. Answer Kaviraja Margam. Next question: the Arab invasion of Sindh in 712 CE was led by dash. Answer Muhammad bin Qasim. Next question: the first dynasty of the Delhi Sultanate was the dash dynasty. Answer Mamluk dynasty. Next question: the only woman to rule the Delhi Sultanate was dash. Answer Sultana Razia. Next question: the land grant system during the Sultanate period was known as the dash system. Answer Iqta system. Next question: the Moroccan traveler who visited India during the Tughlaq period was dash. Answer Ibn Battuta. Next question: the new language that evolved from a blend of Persian and Hindavi was dash. Answer Urdu. Next question: the medieval poet who played an important role in the development of Urdu was dash. Answer Amir Khusro. Next question: the silver coin of the Sultanate period was called dash. Answer Tanga. Next question: the famous historian who wrote Tariq-i-Firoz Shahi was dash. Answer Ziauddin Barani. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.